കീടങ്ങൾ പോലും ഇല്ലാതാണ് ഇവിടെ നമ്മള് ടൊമാറ്റോ കൃഷി ചെയ്യുന്നത് അല്ലേ? അപ്പൊ വില എടുക്കട്ടെ. അപ്പൊ ദാ ഇങ്ങനെ ഒരു തക്കാളി ഏകദേ എന്ത് രസമാണെന്ന് നോക്കിയല്ലേ? ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അല്ലേ തക്കാളത്തോട്ടത്തിൽ വന്നിരിക്കുക അല്ലേ? ഞാൻ കഴിച്ചോട്ടെ നിങ്ങളത് ഒന്ന് ടേസ്റ്റ് ചെയ്തേ. ഇത് ഭയങ്കര ധൈര്യമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട്. ഒരു വിഷം പോലും അടിച്ചിട്ടില്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ധൈര്യമായിട്ട് ഇവിടെ തോട്ടത്തിൽ വന്നിരുന്ന് കഴിക്കാം അല്ലേ? നമ്മുടെ കാബേജൊക്കെ നോക്കിയാൽ അതായത് ഒരു ഗ്രോ ബാഗിൽ കൊള്ളാവുന്നതിൽ കൂടുതലായി കണ്ടില്ലേ? അപ്പൊ ഇതുപോലെ ഇത് മൂടി വന്നാലാണ് കാബേജ് നല്ല വലിപ്പമുള്ള സൈസ്. ഇത് ഒരെണ്ണം തന്നെ അല്ല അല്ലേ? വേറെന്ത് വേണ്ടതേ ഇവിടെ എല്ലാം നിൽക്കുന്നു നോക്കിയേ. അപ്പൊ നമ്മുടെ കോളിഫ്ലവർ ഒക്കെ അതായത് നമ്മൾ ഒറ്റ പറി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് ഈ മുളകിന്റെ ഒരു ഫ്രഷ്നെസ് കണ്ടോ? അതായത് നല്ല ദൃഢമാണ് കണ്ടില്ലേ? ഈ ഒരു കളർ തന്നെയാണ് അത് ഇവിടെ ഇരിക്കുന്ന നോക്കിയാണ്. ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ. ഇവിടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പൊ നമ്മളുള്ള കണ്ടോ ഗവൺമെന്റ് UPS കവാലത്തിലാണ് വന്നിരിക്കുന്നത്. ഇന്നും വരാനൊരു പ്രത്യേകതയുണ്ട്. നമുക്ക് ആദ്യം എന്ന സംഭവം കാണാം. എന്തോ ഒരു സംഭവം ഉണ്ടെന്ന് പറഞ്ഞില്ല, എന്നായിരുന്നു? എന്നാ സംഭവമാണ്? വിളവെടുക്കാൻ പോണോ? വിളവെടുക്കാറായോ ഇതുവരെ? എന്നാ നമുക്കൊന്ന് കണ്ടു നോക്കിയത് എന്നാ സംഭവം അറിയാം. നമ്മുടെ ഏകദേശം 45 ദിവസമായി. അതിനുശേഷം ആദ്യത്തെ ഒരു ഹാർവെസ്റ്റിംഗ് കഴിഞ്ഞ് എന്നാ ഇതൊരു പ്രത്യേകമായിട്ട് കാണുന്നത് എന്തോ സംഭവം പറഞ്ഞല്ലോ. ഞങ്ങളൊന്ന് ചെറുതായിട്ടൊരു കൃഷി ഇറങ്ങിയ ഞങ്ങളുടെ തക്കാളിയാണ്. ഒരുപാട് ആൾക്കാർക്കുള്ള ഒരു സംശയമുണ്ട്. തക്കാളി നോക്കി ഇത് നിറഞ്ഞു നിൽക്കുന്നുണ്ടോ? അപ്പൊ എല്ലാവർക്കും ഈ വാട്ടർ രോഗം അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടായിരുന്നു ഈ തക്കാളി വാടിപ്പോകാതിരിക്കാൻ വേണ്ടി. ഇതുണ്ടല്ലേ അല്ലേ? നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്? അപ്പൊ ഇനത്തിൽ പെടുന്ന ഒരു മുളകാണ് കണ്ടില്ലേ? അപ്പൊ ഇവിടുന്ന് ധാരാളമായിട്ട് ഇഷ്ടം പോലുണ്ട്. നമുക്കിപ്പോ ഒരു വിളവ് നമ്മൾ എടുത്തല്ല ടീച്ചർ? ഒരു വിളവ് നമ്മളൊന്ന് എടുത്തു കാരണം ഞങ്ങൾക്ക് അത്യാവശ്യം വന്നപ്പോ അത് തന്നെ നല്ല ഈൽഡും ഉണ്ട്. ചില കണ്ടില്ലേ നോക്കി ഈ മുളകിന്റെ ഒക്കെ ഒരു ഇതുണ്ടോ? നല്ല ഫ്രഷാണ് കണ്ടില്ലേ? ഭയങ്കര എരിവ് അല്ലേ? അപ്പൊ ഇതിന്റെ ഏകദേശം പറയുകയാണെങ്കിൽ നമ്മുടെ ഇതിന്റെ ചെവിട് മുതൽ ഈ പച്ചമുളക് പിടിച്ച കണ്ടില്ലേ? ഇവിടെ എല്ലാം ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടത് ഇതെല്ലാം പച്ചമുളക് അങ്ങേയറ്റം പക്ഷെ ഇതിനകത്ത് വലിയൊരു പ്രത്യേകത എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരെണ്ണം പോലും ഡാമേജ് ആയിപ്പോയില്ല അല്ലേ? എല്ലാം കറക്റ്റ് രീതി കുട്ടികൾ കറക്റ്റ് പരിചരണങ്ങളാണ്. രാവിലെയും വൈകിട്ടും എല്ലാം വെള്ളം ഒഴിച്ച് ടീച്ചറാണ് അതിനകത്ത് മുൻകൈ എടുക്കുന്നത് കേട്ടോ. അതിവിടെ കൃഷി സ്ഥലമില്ല, വളരെ പരിമിതമായതുകൊണ്ട് നമ്മൾ ഗ്രോ ബാഗുകളിൽ കൃഷി ചെയ്യും. കാരണം പരിമിതമായിട്ടുള്ള സ്ഥലമേ ഉള്ളൂ. അതാണ് ഇവിടുത്തെ ഇതുണ്ട്. പക്ഷെ എന്നാലും ഉള്ള സ്ഥലത്ത് കുറച്ചെങ്കിലും വിളവുകൾ, കാരണം ഒരു വിഷവും ഇല്ലാതെ നമ്മുടെ ഒരു പുതുതലമുറ ആരോഗ്യപരമായിട്ട് ഭക്ഷണം അല്ലെ ഹാർവെസ്റ്റ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു സന്തോഷം അല്ലെ? അവര് തന്നെ വിളവെടുത്ത് ചെയ്യുന്നത്. എന്തായാലും നമുക്ക് മക്കളെ നമുക്കൊന്ന് വിളവെടുത്താലോ ചെറിയ രീതി. ഇതുപോലെ നമുക്ക് പച്ചമുളക് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റണം കണ്ടോ? അതായത് നമ്മളിപ്പം വിളഞ്ഞ മാത്രമാണ് പറിക്കുന്നത് അല്ലേ? ഇപ്പൊ നിങ്ങളൊരു 3-4 പ്രാവശ്യം തന്നെ മൊത്തം പറിച്ചല്ലേ? ഇതൊരു സ്ഥിരമായിട്ട് ഇത് തന്നെയാണ് പരിപാടി അല്ലേ? ഇത് നമ്മുടെ ഇത് ഒരു 3ാമത്തെ വിളവെടുപ്പാണ്. അപ്പൊ നമ്മള് ഇതേലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റ പറി പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് അതായത് നല്ല ദൃഢമാണ് കണ്ടില്ലേ? ഈ ഒരു കളർ തന്നെയാണ് അത് ഇവിടെ ഇരിക്കുന്ന നോക്കിയാണ്. ഈ ഒരു രീതിയിലാണ് ഇവിടുത്തെ പറിക്ക്. തക്കാളിയൊക്കെ വിളവെടുത്ത് അല്ലേ? തക്കാളി ടേസ്റ്റ് എന്താണെന്ന് അറിയണമല്ലോ അല്ലേ? മുറിച്ചോട്ടെ ഞാനത്. അതെ നല്ല അടിപൊളിയായിട്ട് മുറിച്ചിട്ടുണ്ട്. ഞാൻ കഴിച്ചോട്ടെ നിങ്ങളത് ഒന്ന് ടേസ്റ്റ് ചെയ്തേ. ഇത് ഭയങ്കര ധൈര്യമാണ് ഇങ്ങനെയൊക്കെ കഴിക്കാനായിട്ട്. ഒരു വിഷം പോലും അടിച്ചിട്ടില്ലേ? അപ്പൊ നമുക്കൊരു കാര്യം ധൈര്യമായിട്ട് ഇവിടെ തോട്ടത്തിൽ വന്നിരുന്ന് കഴിക്കാം അല്ലേ? എന്നാ അല്ലെ അമ്മമാർക്കും കൊടുക്കുന്നുണ്ട് കേട്ടത് എല്ലാം ഉണ്ട്. അപ്പൊ നമുക്കൊരു ഗുണം എന്താണെന്ന് ചോദിച്ചാൽ നോക്കണം നമ്മുടെ തക്കാളി തോട്ടത്തിൽ തന്നെ ഇരുന്നിട്ട് നോക്കി ഞങ്ങൾ എന്തായാലും നമ്മളിത് കഴിച്ചിട്ടേ കറി വെക്കുന്നുള്ളൂ അല്ലേ? നിങ്ങൾക്ക് ഇത്രയ്ക്ക് ധൈര്യമാണ് ഇത് ഇങ്ങനെ പറിച്ചൊക്കെ കഴിക്കാൻ? ഒരു വിഷം പോലും അടിക്കത്തില്ല. പിന്നെ എങ്ങാണ്ട് വിഷം ടീച്ചർ അടിക്കുന്നൊക്കെ ഞാൻ അറിഞ്ഞില്ല. ശരിയല്ലേ? ഇല്ല അപ്പൊ നമുക്കൊരു കാര്യമുണ്ട്, ഒരു പ്രത്യേക കാരണമാണ്. നമ്മളൊരു വിഷം അടിച്ചില്ല. ഇതുപോലെ തന്നെ നമുക്കിത് കഴിക്കൂ ഇങ്ങോട്ട് നല്ല മധുരമല്ലേ? അതാണ് നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കേണ്ടത്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ വിഷം അടിക്കാതെ തന്നെയാണ് ഒട്ടുമിക്ക സ്കൂളുകളിലും കൃഷി ഇതുപോലെ പകർന്നു കൊടുക്കുന്ന കുട്ടികൾക്ക്. അപ്പൊ ഇതുപോലെ വലിയ തക്കാളി എന്ന് പറഞ്ഞാൽ വലുതൊക്കെ പറിക്കാൻ കാണുമ്പോൾ ഈ ഒരു തക്കാളിയുടെ ഒക്കെ വലുപ്പം കണ്ടോ അല്ലേ? ഇത് ഡിഫറൻസ് കണ്ടോ? ഇപ്പൊ നമ്മൾ എത്രണ്ണം പറിച്ചല്ലേ? കഴിഞ്ഞോണം എന്നല്ലേ? കഴിഞ്ഞോണം നമ്മൾ ആ വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു അല്ലേ? മഴയൊക്കെ ആയിപ്പോയി. അപ്പോൾ കുട്ടികൾ ഇത് നമ്മുടെ ആദ്യത്തെ വിളവെടുപ്പാണ്. അപ്പോൾ ടീച്ചറായിരുന്നു അന്നുണ്ടായിരുന്ന HM വിനീത ടീച്ചറായിരുന്നു വീഡിയോ ഒക്കെ എടുത്തത്. അപ്പോൾ എനിക്കത് അയച്ചു തരുമൊക്കെ ചെയ്ത്. അപ്പോൾ ഞാൻ സ്ഥലത്തില്ലാതൊക്കെ പോയി. അപ്പോൾ നല്ല രീതിയിൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെയൊക്കെ ഭയങ്കര ഈൽഡായിരുന്നു. അപ്പോൾ അവർ നോക്കി പോസ്റ്ററൊക്കെ വെച്ചായിരുന്നു എല്ലാം കാര്യമായിട്ട് തന്നെയായിരുന്നു ആദ്യം അത് ഉദ്ഘാടനം ചെയ്തത് തന്നെ. അപ്പോൾ തക്കാളിയൊക്കെ അന്ന് പച്ചയായിരുന്നു, നമുക്ക് കാണുമ്പം തന്നെ അറിയാം ഒരുപാട് തക്കാളി ഉണ്ടായിരുന്നു കേട്ടോ.
മഴയുണ്ടെങ്കിലും വെയിലുണ്ടെങ്കിലും നല്ലപോലെ തക്കാളി പിടിച്ച് കീടങ്ങളുടെ ആക്രമണമൊന്നും ഉണ്ടായില്ല. അതാണ് ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. പിന്നെ വെണ്ടയ്ക്കയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. വെണ്ടയ്ക്ക ഉണ്ടായിരുന്നു, കാബേജ് ഉണ്ടായിരുന്നു, ബ്രൊക്കോളി ഉണ്ടായിരുന്നു. അങ്ങനെ എല്ലാവിധ പച്ചക്കറികളും സ്കൂളിൽ തന്നെ, കാരണം കുറഞ്ഞ സ്ഥലമല്ലേ ഉള്ളൂ, ആ ഒരു സ്കൂളിൽ തന്നെയാണ് ഒട്ടനവധി വിവിധ തരം പച്ചക്കറികൾ കുട്ടികൾ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, വെള്ളം ഒഴിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പച്ചമുളകൊക്കെ ഒരുപാട് ടീച്ചറും കുട്ടികളും ഒക്കെ കൂടിയാണ് ഹാർവെസ്റ്റ് ചെയ്ത്. ആദ്യത്തെ എല്ലാ ടീച്ചർമാരും ഇതിനകത്ത് പങ്കെടുത്ത്. അതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകതയും. അപ്പോൾ ടീച്ചർമാർക്കൊക്കെ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഇത്രയധികം ഒരു വിഷവും ഇല്ലാതെ തന്നെ ഇത് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കാനും പറ്റി, കുട്ടികളുടെ ഭക്ഷണത്തിലും ആഡ് ചെയ്യാൻ പറ്റിയെന്ന വിധത്തിൽ എല്ലാവർക്കും ഭയങ്കര ഹാപ്പിയായിരുന്നു അന്നത്തെ ദിവസം. അപ്പോൾ ഞാൻ സ്ഥലത്തില്ലാതെ പോയി കായലിലൊക്കെ പോകേണ്ട അത്യാവശ്യ കേസായിട്ടായി. അതാണ് ഈ കൂട്ടത്തിൽ തന്നെ വീഡിയോ ഒന്ന് ചെറുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുക, സ്കൂളുകളിലൊക്കെ സന്തോഷമായിട്ടിരിക്കുക, എല്ലാ സ്കൂളുകളിലും കൃഷി ചെയ്യുക. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ടീച്ചർ പകർത്തിയതുകൊണ്ടാണ് ഞാനിത് ഈ വീഡിയോ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത് തന്നെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും കൃഷി ചെയ്യുക, സ്കൂളുകളിൽ സന്തോഷമായിട്ടിരിക്കുക. ഒക്കെ തിരക്കായിരുന്നു. അപ്പോൾ അതിനകത്തൊക്കെ ശരിക്കും നമ്മൾ പച്ചമുളക് പറിച്ചായിരുന്നല്ലേ. അപ്പം നമുക്ക് ഇതേപോലെ ഇപ്പം തക്കാളി എന്ന് പറഞ്ഞാൽ നമുക്കൊരു 5-6 വിളവെടുക്കാണ്ടല്ലോ. ഇത് നിങ്ങൾ തന്നെ പറിക്കാവോ? ഇന്ന് പറിക്കും. അപ്പോൾ അതേ തക്കാളിയെല്ലാം പറിക്കുകയാണ്. ഇതും പറിക്കുക കേട്ടോ. ഇതിനിടയ്ക്ക് ആ സാധനം ഇത്രയും കിട്ടി. നമുക്കിനി ഒരെണ്ണം കൂടെ പറിക്കാം കേട്ടോ. ഇതിൻ്റെ അടി കിടക്കുന്നുണ്ടോ നോക്കി വേണ്ട. തക്കാളിയൊക്കെ പറിക്കണം കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു കളറൊക്കെ തക്കാളിക്കുണ്ട്. അപ്പോൾ നമ്മുടെ സാധനം ഒന്ന് കാണിച്ച് എന്തുമാത്രം കിട്ടിയെന്ന് നോക്കി കേട്ടോ. നമുക്ക് നിസ്സാരമായിട്ട് ഇപ്പോൾ ഒരു ഞങ്ങൾ 5 മിനിറ്റ് കൊണ്ട് പറിച്ചു വേണ്ട. അപ്പോൾ ഇത് നമുക്ക് നാളത്തേക്ക് ഒരു സാമ്പാറിനുള്ള അല്ലേ സാധനം റെഡിയായി അല്ലേ. ഇത് നമുക്കിനി അറിയില്ല കൊണ്ട് കൊടുക്കണ്ടേ, ടീച്ചറിനെ കൊണ്ട് കൊടുക്കാം അല്ലേ. ടീച്ചറിന്റെ പേരെന്താന്ന് പറഞ്ഞില്ലോ, എന്നാൽ ടീച്ചറെ ഒന്ന് കണ്ടിട്ടുള്ള കാര്യങ്ങൾ അല്ലേ. വാ, ഇത് നല്ല ഫ്രഷ് ആയിട്ടുള്ള വെണ്ടയ്ക്കയാണ്. ഇത് തീരെ ഇളത്തേ അല്ലേ. ഞാൻ എടുക്കുന്ന എങ്ങനെയാണെന്നറിയോ, ഇപ്പൊ വെണ്ടയ്ക്ക മുറിച്ചെടുക്കുന്ന രീതി കാണണം. നിങ്ങൾ കത്രിയായിട്ടല്ലേ നിൽക്കുന്നത്, നിങ്ങൾ ചെയ്യുന്ന പരിപാടി കാണോ നോക്കുന്നത്. പറയാമോ? ഇത് നമ്മളിതാ ഇതേപോലെ കണ്ടോ ഒടിച്ച് നോക്കുമ്പോഴേക്ക് നമുക്ക് കറക്റ്റായിട്ട് അറിയാം കേട്ടോ. തീർച്ചയായിട്ടും. അപ്പോൾ ഇതാണ് ഇളത്ത വെണ്ടയ്ക്ക. അപ്പോൾ നമ്മളൊരു മൂക്കാനൊന്നും ഒരുപാട് നിൽക്കരുത് കേട്ടോ. അപ്പോൾ ഈ രീതിയിലുള്ള വെണ്ടയ്ക്ക. പിന്നെ നമുക്കൊരു പ്രത്യേകതയുണ്ട്, എന്നാന്നറിയുന്നത് നമുക്ക് തോട്ടത്തിൽ ഇരുന്ന് തന്നെ ഇത് കഴിക്കാം. എന്തുകൊണ്ട് ഇത് കഴിക്കുന്നറിയോ? വെണ്ടയ്ക്ക ഷുഗറിന് ഏറ്റവും നല്ലതാണ്. നമ്മൾ വെണ്ടയ്ക്ക എടുക്കണം ഉള്ള കുറച്ച് സ്ഥലത്താണ് ഉള്ളത് ഓണം പോലെ അല്ലേ ടീച്ചറെ. ഒരു സാമ്പാറിന് ഇടാൻ കിട്ടിയാലും അത്രയും നമുക്ക് വിഷമില്ല. ഇവിടെയൊക്കെ ഉള്ളത് അവിടെ എല്ലാം ഞങ്ങളുടെ വെണ്ടയ്ക്കുണ്ട്. ടീച്ചറെ ഇവിടെ HM എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ HM അല്ല, കാരണം നമ്മളെ പോലെ തന്നെയാണ് നോക്കിയത് എല്ലാം വന്നല്ലേ. നമുക്ക് വിദ്യാഭ്യാസം മാത്രമല്ല, തൊഴിൽ തേടി ഇന്നത്തെ പുതിയ ജനത വിദേശത്തേക്ക് പോകുമ്പോൾ നമ്മുടെ നാട്ടിലും അവർക്ക് ജീവിക്കാൻ സാധ്യതകൾ ഏറെയാണ്. പച്ചക്കറി ഉൽപ്പാദിപ്പിച്ചിട്ട് ഉള്ള ഭൂമിയിൽ നിന്ന് തന്നെ കുഞ്ഞുങ്ങൾക്ക് അവർക്ക് തന്നെ അവരുടെ ആരോഗ്യം സംരക്ഷിക്കാൻ, അതും കൂടെ നമ്മൾ ഇപ്പൊ തൊഴിലധിഷ്ഠിത വിദ്യാഭ്യാസം വരുന്നുണ്ട്. പലവിധ ഞങ്ങൾക്ക് പുതിയൊരു സംവിധാനം വരുന്നുണ്ട്, ക്രിയേറ്റീവ് കോർണർ. അതിൽ തയ്യല്, ആശാരിപ്പണി, കൃഷി, അതിനൊരു കോർണർ അതിനായിട്ട് ഒരുക്കുന്നു. അങ്ങനെ BRC വെള്ളിനാട് ഞങ്ങളുടെ സ്കൂളിൽ അങ്ങനെയും ഒന്ന് അനുവദിച്ചിട്ടുണ്ട്. അതും വളരെ സന്തോഷമാണ്. ആദ്യം തന്നെ അറിയിക്കുകയാണ്. പക്ഷെ നമുക്കൊരു വിഷവും ഇല്ല എന്നതാണ്. കാരണം ഈ ഒരു ടീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചറെ നമ്മൾ പല വീഡിയോയിലും പരിചയപ്പെട്ടിട്ടുള്ളതാണ്. ആലപ്പുഴ ജില്ലയിലെ മികച്ച അധ്യാപികയ്ക്കുള്ള അവാർഡ് കിട്ടിയ ടീച്ചറാണ്. അതോടൊപ്പം തന്നെ അല്ല ടീച്ചർ അത് ജാടയുടെ അല്ല ഞാൻ പറഞ്ഞത്, അതുകൊണ്ടല്ല പറഞ്ഞത്. കാരണം നമ്മളോടൊപ്പം അതുപോലെ കുട്ടികളോടൊപ്പം ഏത് കാര്യങ്ങൾക്കാണും കൃഷിയെങ്കിൽ കൃഷി എന്ത് വേണം പുള്ളി റെഡിയാണ്. അതാണ് അതിന്റെ പ്രത്യേകത. പിള്ളേർക്കൊപ്പം നിൽക്കേണ്ടവരല്ലേ അധ്യാപകർ. പിന്നെ തീർച്ചയായിട്ടും. അപ്പൊ ടീച്ചർ നമ്മളിത് ഇത്രയധികം സന്തോഷത്തോടെ ഹാർവെസ്റ്റ് ഞങ്ങളുടെ സാമ്പാറിന് ഉള്ളതെല്ലാം ഞങ്ങള് ഇത് ഇട്ടിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് സാധനങ്ങൾ കൂടെ ഞങ്ങൾക്ക് മേടിച്ചാൽ മതി. ഇച്ചിരി പരിപ്പും കുറച്ച് സാധനം ഇതുകൊണ്ട് സാമ്പാർ. അപ്പം തീർച്ചയായിട്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരൊക്കെ ബൈ ബൈ.